ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. മലയാളി പരിശീലകനായ ബിനോയ് ജോർജ് നിലവിൽ ഈസ്റ്റ് ബംഗാളിനോടൊപ്പമാണ് ഉള്ളത്. അവിടെ അസിസ്റ്റന്റ് പരിശീലകന്റെ റോളിലാണ് അദ്ദേഹം ഉള്ളത്. റിസർവ് ടീമിനെയൊക്കെ നോക്കുന്നത് അദ്ദേഹമാണ്. സ്കൗട്ടിംഗ് ചുമതല തീർച്ചയായും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും മികച്ച രൂപത്തിലാണ് ഈസ്റ്റ് ബംഗാളിൽ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്നും ഒരു ഓഫർ ലഭിച്ചു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. പ്രധാനമായും കേരളത്തിൽ രണ്ട് ക്ലബ്ബുകളാണ് ഉള്ളത്. ഒന്ന് ഐ ലീഗ് ക്ലബ്ബായ ഗോകുലം കേരള, ISL ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ രണ്ട് ക്ലബ്ബുകളിൽ ഏതിൽ നിന്നാണ് ബിനോയ് ജോർജിന് ഓഫർ ലഭിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല. നിലവിൽ 2026 വരെ അദ്ദേഹത്തിന് ഈസ്റ്റ് ബംഗാളുമായി കോൺട്രാക്ട് ഉണ്ട്. പക്ഷെ ദി കേൽ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. ദിവസങ്ങൾ വർദ്ധിക്കും തോറും ബിനോയ് ജോർജ് ഈസ്റ്റ് ബംഗാൾ വിടാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ബിനോയ് ജോർജ് ഈസ്റ്റ് ബംഗാൾ വിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട്. കേരളത്തിലേക്ക് അദ്ദേഹം മടങ്ങി വരാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. താങ്ബോയ് സിംഗ്ടോയെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ആ ഒരു സ്കൗട്ടിംഗ് റോളിലേക്ക് അദ്ദേഹം വരികയാണ്. മാത്രമല്ല വേണമെങ്കിൽ അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി താങ്ബോയ് സിംഗ്ടോക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബിനോയ് ജോർജ് ഈസ്റ്റ് ബംഗാൾ വിട്ടാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. ഏതായാലും ബിനോയ് ജോർജ് കേരളത്തിലെ ഏത് ക്ലബിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. നേരത്തെ ഗോകുലം കേരളയോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ബിനോയ് ജോർജ്. മാത്രമല്ല കേരളത്തിന് സന്തോഷ് ട്രോഫി കിരീടം നേടിക്കൊടുത്ത ഒരു പരിശീലകൻ കൂടിയാണ് ഇദ്ദേഹം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.